السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم وبارك على عبدك ورسولك محمد وعلى آله وصحبه والذين اتبعوهم بإحسان إلى يوم الدين أما بعد. വേദിയിലുള്ള വിസ്ഡം സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ നേതാക്കന്മാരെ, പ്രസ്ഥാനത്തിൻ്റെ സാരഥികളെ, പ്രവർത്തകന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, ഒരു വലിയ മഹത്തായ സംരംഭത്തിൻ്റെ തുടക്കം കുറിക്കുകയാണ്. എല്ലാവരും വേവലാതിയിലും ആവലാതിയിലുമാണ്. നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ സന്തോഷത്തോടെ കളിച്ച് ചിരിച്ച് ജീവിതത്തിൻ്റെ ആ സുകുമാരത ആസ്വദിക്കേണ്ട നമ്മുടെ കുഞ്ഞുങ്ങൾ, അവിടെ ആ സൗരഭ്യവും അവിടെ ആ പരിമളവും എല്ലാം നഷ്ടപ്പെട്ട് ഒരു ചെറിയ സ്ക്രീനിനുള്ളിൽ ഒരു ഉറുമ്പ് കുടുങ്ങിക്കിടക്കുന്നത് പോലെ ഒരു സ്ക്രീനിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതൊരു അടിമ ആയി പോകുന്നു എന്ന് പറഞ്ഞാൽ അത് വളരെ മൈന്യൂട്ടായ ഒരു പ്രയോഗമാണ്. അതിനേക്കാൾ ശക്തമായി അവരുടെ ചങ്കിൽ തറക്കുന്ന ഒരു ആണിയായി മാറിയിരിക്കുകയാണ് ഈ സോഷ്യൽ മീഡിയ. എൻ്റെ വീട്ടിലും ചെറിയ പ്രായത്തിലുള്ള പേരക്കുട്ടികളുണ്ട്. നേർക്കുനേരെയുള്ള ചിത്രം, അവർ ഭക്ഷണം കഴിക്കണമെങ്കിൽ അവർക്ക് ഇത് തുറന്നിട്ട് കൊടുക്കണം. ആദ്യമേ ആവശ്യപ്പെടുന്നത് അതാണ്. ഭക്ഷണം കൊണ്ടുപോയിച്ചാൽ ഭക്ഷണമൊന്നും വേണ്ട, പിന്നെ അത് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കളി, ഏതെങ്കിലും ഒരു രംഗം അവർക്ക് തുറന്നിട്ട് കൊടുക്കണം. എന്നാൽ കണ്ണ് വെട്ടിക്കാതെ ഒരു നിമിഷം പോലും ആ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്ന കാര്യങ്ങളിൽ നിന്ന് കണ്ണ് മാറിപ്പോകുന്നത് വളരെ ശ്രദ്ധാപൂർവം അതിൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ മാതാക്കൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ആ മാതാവിനെ നോക്കാനോ മാതാവ് കൊടുക്കുന്ന ഭക്ഷണം നോക്കാനോ അവർ തയ്യാറില്ല. അവർ ഈ സ്ക്രീനിൽ തന്നെ അവർ കണ്ണു നട്ടിരിക്കുകയാണ്. സഹോദരന്മാർ, അത് ചില്ലറ സമയമല്ല. ഈ ഭക്ഷണ സമയം കഴിഞ്ഞാലും അഥവാ അവരുടെ കയ്യിൽ നിന്ന് ആ മൊബൈൽ തിരിച്ചു വാങ്ങാൻ തീരുമാനിച്ചാൽ അത് സാധ്യമല്ല. അത്രമാത്രം വാശിയോടുകൂടി, വീറോടുകൂടി ആ ഉപകരണം അവർ തന്നെ പിടിച്ചു വെക്കുന്നു. അഥവാ മാതാപിതാക്കൾ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയാൽ അവർക്ക് ആവശ്യമുള്ളതുപോലെ അത് സ്ക്രോൾ ചെയ്യാനും ഓണാക്കാനും ഓഫാക്കാനും കളികൾ മാറ്റാനും അതുപോലെയുള്ള എല്ലാ വിധത്തിലും വിദഗ്ധമായ പരിശീലനം വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ കുട്ടികൾ ആ അറിവുകളൊക്കെ നേടിയിരിക്കുകയാണ്. സഹോദരന്മാരെ, ഇവരുടെ ഭാവിയെ സംബന്ധിച്ചുള്ള ആശങ്കയും അതുപോലെ തന്നെ ആ അരക്ഷിതാവസ്ഥയെക്കുറിച്ചുള്ള പേടിയുമാണ് വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ ഇങ്ങനെയുള്ള ഒരു ക്യാമ്പയിനുമായി സമൂഹത്തെ ബോധവൽക്കരിക്കാനായി ഒരുങ്ങിയിട്ടുള്ളത്. സഹോദരന്മാരെ, ഇത് ഒരു ആഗോള വിപത്താണ്. കേവലം ഏതെങ്കിലും ഒരു പ്രദേശത്ത്, ഏതെങ്കിലും നാട്ടിലുള്ളൊരു വിപത്തല്ല. നേരെ മറിച്ച് അന്താരാഷ്ട്ര രംഗത്ത് എല്ലാ വാർത്താ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ഈ സോഷ്യൽ മീഡിയയുടെ മഹാ അപകടത്തെക്കുറിച്ചുള്ള ആശങ്കകൾ രേഖപ്പെടുത്തുന്നു. അത് സംബന്ധമായി വിവിധ കേസുകൾ കോടതികളിൽ നടക്കുന്നു. അതുപോലെ തന്നെ ഭരണാധികാരികളും ഒരു രാജ്യത്തിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകളും ഇതിൻ്റെ ആശങ്ക പങ്കുവെക്കുന്നു. അങ്ങനെ പല വിധത്തിലുള്ള നിയന്ത്രണങ്ങളിലൂടെ കുട്ടികളുടെ കയ്യിൽ ഇത് എത്താതിരിക്കുവാനുള്ള പല നിയന്ത്രണങ്ങളോട് നടത്തുന്നു. പക്ഷേ പിശാച് വളരെ ശക്തനാണ്. ഒരു സമൂഹത്തെ നശിപ്പിക്കുക എന്നത് അവൻ പ്രതിജ്ഞാബദ്ധമായി ഏറ്റെടുത്തിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും നമ്മുടെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന, നമുക്ക് സന്തോഷം പകരേണ്ട നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരുടെ ശ്രദ്ധ എത്രയും പെട്ടെന്ന് ഇതുപോലെയുള്ള ഒരു ചെറിയ ഉപകരണത്തിലേക്ക് ആകർഷിക്കപ്പെടുകയും അതിനുവേണ്ടി വാശി പിടിക്കുകയും കരയുകയും ഒരു പരിധിയോളം പല സംഭവങ്ങളും നമ്മൾ വായിക്കുന്നു. അങ്ങനെ അഥവാ അവരുടെ ആ താല്പര്യത്തിന് വിരുദ്ധമായി നിന്നാൽ ഒരുപക്ഷെ ചെറുപ്രായത്തിൽ തന്നെ അവരെന്തെങ്കിലും അപകടങ്ങൾ ചെയ്തു കളയുമോ എന്ന് പോലും നമ്മൾ ഭയപ്പെടുന്ന അത്തരം ഭയപ്പാടിൻ്റെ പേരിൽ മാതാപിതാക്കൾ അവർക്ക് ഈ ഉപകരണം കൊടുക്കേണ്ടി വരുന്ന നിർബന്ധിത സാഹചര്യമുണ്ട്. പലപ്പോഴും നമ്മുടെ വീടുകളിൽ ഉത്തരവാദപ്പെട്ട നമ്മുടെ ആളുകൾ തന്നെ, നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളെ തന്നെ ഇത് നിങ്ങൾ സൂക്ഷിക്കണം, ഇത്രയും ചെറുപ്പത്തിൽ കുട്ടികളുടെ കയ്യിൽ ഈ ആയുധം വരുന്നത്
നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അത് എന്താ ചെയ്യുക? അത് അങ്ങനെയൊന്നല്ല, ഞാൻ ആ കളി കൊടുക്കുന്നില്ല, ഈ കളി കൊടുക്കുന്നില്ല, അവർക്ക് പ്രത്യേകിച്ചൊന്നും ദോഷമില്ലാത്ത കാര്യമാണ് കൊടുക്കുന്നതെന്നൊക്കെ പറയും. പക്ഷേ സഹോദരന്മാർ, അതിലൊന്നും ഒരു ശരിയുമില്ല. ഏതാണ്ട് അവരെ ഉപദ്രവിക്കുന്ന, അവരുടെ ബുദ്ധി മരവിപ്പിച്ച് കളയുന്ന, അവരുടെ വളർച്ചയെ മുരടിപ്പിക്കുന്ന, അവരുടെ വിലപ്പെട്ട സമയങ്ങളെ കൊന്നു തീർക്കുന്ന, മണിക്കൂറുകളോളം അതിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു വലിയ അപകടത്തിലാണ് അവർ തല പൂഴ്ത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കണ്ണുകൾക്ക് തകരാറ്, അവരുടെ റെറ്റിനകൾക്ക് തകരാറ്, അവർക്ക് ബുദ്ധിക്ക് തകരാറ്, അവരുടെ മാനസിക നിലവാരങ്ങൾ തെറ്റിപ്പോകുന്നത്, ഇതുപോലെയൊക്കെ നമ്മൾ ധാരാളമായി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതിൻ്റെ ശാസന പോലും അവരെന്തെങ്കിലും ചെയ്തു കളയുമോ, ഈ മൊബൈൽ അമിതമായ ഉപയോഗത്തെക്കുറിച്ച് രക്ഷിതാക്കൾ ഉപദേശിക്കുമ്പോൾ അത് എന്തെങ്കിലും അത് അവൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അപ്പോൾ കൂടുതൽ അപകടകരമായ എന്തെങ്കിലും പ്രവൃത്തി അവൻ ചെയ്തു പോകുമോ എന്ന് മാതാപിതാക്കൾ ഭയപ്പെടുന്നൊരവസ്ഥയിലേക്ക്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ ഉത്തരവാദിത്വമല്ല. മനുഷ്യരായി പിറന്ന മുഴുവൻ ആളുകളുടെയും, മനുഷ്യരാശിയുടെയും ആത്മരക്ഷയെക്കുറിച്ച് ബോധ്യമുള്ള ഓരോ സാമൂഹ്യ പ്രവർത്തകനും വളരെ ശക്തമായി ഉന്നയിക്കേണ്ട ഒരു പ്രശ്നമാണ്. എല്ലാവരും ഒന്നിച്ചു നിൽക്കണം. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ, സാംസ്കാരിക നായകന്മാർ, എഴുത്തുകാർ, സാമൂഹ്യ പുരോഗതിയിൽ താല്പര്യമുള്ള ആളുകൾ, മതത്തിൻ്റെയോ ഭാഷയുടെയോ വേലിക്കെട്ടുകളൊന്നുമില്ലാതെ, ഏതെങ്കിലും ഒരു ആദർശത്തിൻ്റെ വേലിക്കെട്ടുകളില്ലാതെ മനുഷ്യരുടെ ക്ഷേമം താല്പര്യമുള്ള എല്ലാ വിഭാഗം ആളുകളും ഒന്നിച്ച് ഏകകണ്ഠമായി ഏറ്റവും ശക്തമായി മുന്നേറേണ്ട, മുന്നറിയിപ്പ് നൽകേണ്ട ഒരു വിഷയമാണിത്. ഇങ്ങനെ ഒരു വലിയ വിഷയം, ഒരു വലിയ പാറ പോലെയുള്ള ഒരു വലിയ കനപ്പെട്ട ഒരു പ്രതിസന്ധിയെ സമൂഹത്തിന് മുമ്പിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ വിദ്യാർത്ഥി വിഭാഗം തുറന്നു കാണിക്കാൻ പോവുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ധാരാളം പരിപാടികൾ സംഘടിപ്പിക്കുന്നു. അതുപോലെ ഈ സമാന ചിന്താഗതിക്കാരായ ആളുകളെ സംഘടിപ്പിക്കുവാനും പലയിടത്തും ഈ പരിപാടികൾ നടത്താനും കുടുംബങ്ങളിൽ ബോധവൽക്കരിക്കാനും വാസ്തവത്തിൽ ഇത് ഇന്നും തുടങ്ങിയതല്ല. നേരെ മറിച്ച് കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായി വിസ്ഡം സ്റ്റുഡൻസും അതുപോലെ തന്നെ യൂത്തും ഓർഗനൈസേഷൻ്റെ ആളുകളും എല്ലാം സംഘടിപ്പിക്കുന്ന പരിപാടികളിലൂടെ ഇതുപോലെയുള്ള ഈ സാമൂഹിക വിപത്തിനെതിരെയുള്ള ശക്തമായ മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഏറ്റവും വ്യവസ്ഥാപിതമായി ഒരു പ്രത്യേക കാലഘട്ടം തിരഞ്ഞെടുത്ത്, ഒരു ക്യാമ്പയിൻ്റെ വിഷയമായി തിരഞ്ഞെടുത്ത്, കുട്ടിക്കളിയല്ല സോഷ്യൽ മീഡിയ എന്നുള്ളത് ജനങ്ങളെ ബോധവൽക്കരിപ്പിക്കുന്ന ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു പ്രമേയമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ളതല്ല ഈ സോഷ്യൽ മീഡിയ എന്നുള്ളതാണ് ഞങ്ങൾ ഇവിടെ ജനങ്ങളെ ബോധവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾക്കുള്ളതല്ല ഇത്. അവർക്ക് എന്തെല്ലാം വളരാനും ചിന്തിക്കാനും അവരുടെ ബുദ്ധിയുടെ വികാസത്തിനും ആവശ്യമായ ഒരുപാട് ബദൽ സംവിധാനങ്ങൾ നമുക്ക് ഒരുപാട് ലോകത്തുള്ള പല ബുദ്ധിമാന്മാരും ഉപദേശിച്ചെന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കണ്ടെത്തി വ്യവസ്ഥാപിതമായി അത് കുട്ടികൾക്ക് പകരം നൽകി അവരുടെ കൈകളിൽ നിന്ന് ഈ ഉപകരണങ്ങൾ വാങ്ങിയെടുക്കണം. അത് മുഖേന ആ കുട്ടികളുടെ വളർച്ചയെ നമ്മൾ സഹായിക്കണം, അവരുടെ ബുദ്ധിയുടെ വികാസത്തെ നമ്മൾ സഹായിക്കണം, അവരുടെ സമയങ്ങളെ ഉപയോഗപ്രദമായ നിലയ്ക്ക് പ്രയോജനപ്പെടുത്തണം. ഇതിനൊക്കെയുള്ള ഏറ്റവും ശക്തമായ നീക്കമാണ് നമ്മൾ നടത്തേണ്ടത്. അതിൻ്റെ ഒരു തുടക്കമാണ് ഈ ക്യാമ്പയിൻ്റെ ആരംഭത്തോടു കൂടി നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. എല്ലാവരുടെയും സഹകരണം ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ക്യാമ്പയിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുകയാണ്. വാഹിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.